പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ക്രൂരമായ റാഗിങ്ങിനിരയായ മകന്റെ നീതിക്കായി കുടുംബം ഇപ്പോഴും പോരാടുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ ദിവസങ്ങൾ നീണ്ട ശാരീരിക പീഡനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഒടുവിൽ സിദ്ധാർത്ഥ് എന്ന 2ാം വർഷ വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. അന്ന് നമ്മളൊരു 5-6 പേര് പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് പേര് വന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ അക്ഷയ് എന്ന് പറയുന്ന നമുക്ക് വളരെ ഉറപ്പുള്ള ഒരു പ്രതിയാണത്. പിന്നെ ബിൻസിയ എന്ന് പറയുന്ന 2ാമത്തെ ഒരാൾ. ബിൻസിയാണ് ഇതിന് വ്യാജ പരാതി കൊടുത്തിട്ട് 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് 20-ാം തീയതി പരാതി കൊടുത്തിട്ടുള്ളത്. ഈ 2 പേരും ആരെ പിടിച്ചില്ലേലും ഈ 2 പേരെ പിടിക്കണം, 2 പേരെ ചോദ്യം ചെയ്യണം എന്ന് ആദ്യത്തെ ലോക്കൽ പോലീസ് മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇവരെ ഇതുവരെയ്ക്കും തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. 1 വർഷം കൊണ്ട് അത് കൂടിയിട്ടേ ഉള്ളൂ. കോളേജിലുള്ള SFI യൂണിയനാണല്ലോ ഇതെല്ലാം ചെയ്തത്. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒക്കെ അവരുടെ കൂടെ ഉള്ളവരാണ്. അപ്പോൾ ഇവരെയൊക്കെ തിരികെ എടുക്കാം എന്നുള്ളൊരു ധൈര്യം ഉള്ളത് കൊണ്ടാണ്. കുട്ടികൾക്ക് പേടിയില്ല, ധൈര്യമാണ്. സംരക്ഷിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 വർഷം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഈ കോളേജിൽ പഠിക്കാം എന്നുള്ളൊരു ധൈര്യം. ഇതുപോലെ ഇനിയും ഇത് നടന്നുകൊണ്ടേയിരിക്കും. സംരക്ഷണം ഉണ്ടെങ്കിൽ, ശിക്ഷ കുറവാണെങ്കിൽ, ശിക്ഷ ഇല്ല എങ്കിൽ അവർക്ക് ധൈര്യം കൂടും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.